ഹായ് ഹലോ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ചൂടാറപ്പെട്ടിയാണ്. അതായത് റൈസ് കുക്കറാണ്. ഇത് ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന തെർമോക്കോൾ കൊണ്ടാണ്. ഞങ്ങളൊരു 4-5 വർഷം മുമ്പ് ഇത് വാങ്ങിച്ചതാണ്. അന്ന് തൊട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. റൈസ് കുക്കറിന് ഇതുപോലെ തന്നെ നമുക്ക് രാത്രിയിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ രാത്രിയിൽ ചോറ് വെച്ച് ഇതിനകത്ത് ഇറക്കി വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേന് വെന്തിരിക്കും. പിന്നെ ചോറിൻ്റെ വേവ് അനുസരിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ ചുമന്ന അരിയാണ്, അതിന് വലിയ വേവില്ല. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. നമ്മൾ ഒരു വെള്ളം തിളപ്പിച്ച് അരിയൊക്കെ ഇട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളിത് ഈ റൈസ് കുക്കറിനകത്ത് ഇറക്കി വയ്ക്കും. ഇങ്ങനെ ഇതിൻ്റെ ഈ റൗണ്ടിൽ നമ്മൾ അതിനകത്ത് തിളച്ച അരി ഇതിനകത്ത് ഇറക്കി വയ്ക്കും. റൗണ്ടിൽ നമ്മൾ ഒരു ബൈൻഡ് വെട്ടി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്താണ് അല്ലെങ്കിൽ കരിയെ തെർമോക്കോളെ പറ്റും. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തിളച്ച അരി കൊണ്ടുപോയി ഇറക്കി വയ്ക്കും. അത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒരു ചരുവവും അതുപോലുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്തത് അതിൻ്റെ മുകളിൽ കമത്തി അടയ്ക്കണം. അത് ചൂട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി, ആവിയൊക്കെ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ചരുവം കമത്തി അടച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ആ കരി തെർമോക്കോൾ കമത്തി അടയ്ക്കുന്നതിൽ ഇനി കമത്തി വെക്കുന്ന തെർമോക്കോളെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൈൻഡ് കൊണ്ടൊരു സാധനം, അത് നമ്മളുണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല, നമ്മളുണ്ടാക്കിയത്. ഇങ്ങനെ കമത്തി അടച്ച് വെക്കും. ഇനി ഏകദേശം 1 മണിക്കൂർ, നമ്മുടെ ഈ അരിക്ക് അധികം വേവില്ല, ചുവന്ന അരിക്ക്. 1 മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് നമ്മളെടുത്ത് നോക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു, എടുത്ത് നോക്കുമ്പം അത് വെന്തിരിക്കും കറക്റ്റായിട്ട്. ഇപ്പം വെള്ള അരിയാണെങ്കിൽ നല്ല വേവ് കാണും. അപ്പോൾ അത് നമുക്ക് രാത്രിയിൽ എന്തായാലും നമ്മൾ രാത്രിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ ഈ ചുവന്ന അരിയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചരുവൊന്നും കമത്തി അടയ്ക്കേണ്ട. ചൂട് കുറച്ച് പോയാലും കുഴപ്പമില്ല, കറക്റ്റായിട്ടിരിക്കും. പക്ഷെ വെള്ള അരിയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും രാവിലത്തേക്കിന്. ഇതിപ്പം നട വെന്തു. 1 മണിക്കൂർ മതി. 1 മണിക്കൂർ ഒരു 10 മിനിറ്റ് കൂടെയൊക്കെ ഇരിക്കണം. നമ്മൾ സ്ഥിരം വയ്ക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഓരോ അരിയുടെയും വേവിൻ്റെ അനുസരിച്ചാണ്. ഇതിപ്പം വെന്തു കറക്റ്റ്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം വെന്തു. നമ്മളത് വാർത്ത് ഇടാൻ പോവാണ്. ഇത് നല്ല ഒരു ഉപയോഗമാണിത്. രാത്രിയിൽ നമുക്ക് രാവിലെ ചോറങ്ങ് വെന്തിരിക്കും. ഞാൻ നേരത്തെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ആ സമയത്ത് ഇതായിരുന്നു സ്ഥിരം ഉപയോഗിക്കുന്നത്. ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ല, എങ്കിലും ഞാൻ എന്നും രാത്രിയിൽ ഇതിട്ട് വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേന് ചോറ് റെഡിയാകുമെന്ന് എനിക്ക്. നല്ല എളുപ്പം ഉപയോഗമുള്ളൊരു സാധനമാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വാർത്ത ചോറ് റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.